കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ചിന്നക്കട ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണ് കൊല്ലം ക്ലോക്ക് ടവർ. ഇതിന്റെ ചില പ്രധാന സവിശേഷതകൾ താഴെ കൊടുക്കുന്നു. ചരിത്രം: 1941 നിർമ്മാണം ആരംഭിച്ച് 1944 പൂർത്തിയാക്കിയ ഈ ക്ലോക്ക് ടവർ മുൻ തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ ആദ്യത്തെ ക്ലോക്ക് ടവറുകളിലൊന്നാണ്. കൊല്ലം മുനിസിപ്പൽ ചെയർമാനായിരുന്ന കെ.ജി. പരമേശ്വരൻ പിള്ളയുടെ സ്മരണാർത്ഥമാണ് ഇത് പണികഴിപ്പിച്ചത്. നിർമ്മാണ ശൈലി: ഇഷ്ടികയും വെളുത്ത സിമന്റും ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം. ബ്രിട്ടീഷ് കൊളോണിയൽ വാസ്തുവിദ്യയും പ്രാദേശിക കരകൗശലവിദ്യയും സമന്വയിപ്പിച്ച ഒരു ശൈലിയാണ് ഇതിനുള്ളത്. ഘടികാരങ്ങൾ: 4 വശങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുന്ന 4 വലിയ ക്ലോക്കുകളാണ് ഈ ടവറിലുള്ളത്. കൊൽക്കത്തയിൽ നിന്നാണ് ഈ ക്ലോക്കുകൾ കൊണ്ടുവന്നത്. പ്രാധാന്യം: കൊല്ലം നഗരത്തിന്റെ ഒരു പ്രധാന അടയാളമായി ക്ലോക്ക് ടവർ മാറിയിരിക്കുന്നു. ഇത് നഗരത്തിലെ ഒരു പ്രധാന സ്ഥലസൂചികയും കൂടിക്കാഴ്ചകൾക്കുള്ള സ്ഥലവുമാണ്. പ്രാദേശിക ചരിത്രത്തിലും സംസ്കാരത്തിലും ഇതിന് വലിയ സ്ഥാനമുണ്ട്. പുനരുദ്ധാരണം: കൊല്ലം നഗരസഭ ക്ലോക്ക് ടവർ നവീകരിക്കാൻ 20 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനാൽ ഇതിപ്പോൾ പുതിയ രൂപത്തിലാണ് കാണപ്പെടുന്നത്. കൊല്ലം നഗരത്തിന്റെ പഴയ പ്രൗഢിയും ചരിത്രവും വിളിച്ചോതുന്ന ഒരു സ്മാരകമായി ചിന്നക്കട ക്ലോക്ക് ടവർ ഇന്നും നിലകൊള്ളുന്നു.